മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 18-12-1988 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. രേവതിയാണ് നക്ഷത്രം. രേവതി 3-ാം പാദം. ധനു ലഗ്നം. ലഗ്നത്തിൽ ശനി, സൂര്യൻ, ബുധൻ. 2 ശൂന്യം. 3-ൽ രാഹു. 4-ൽ ചന്ദ്രൻ, കുജൻ. 5 ശൂന്യം. 6-ൽ വ്യാഴം, ഗുളികൻ. 7 ശൂന്യം. 8 ശൂന്യം. 9-ൽ കേതു. 10-11 ഭാവങ്ങൾ ശൂന്യം. 12-ൽ ശുക്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില സ്ത്രീ ജാതകമാണത്. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് സ്ട്രഗ്ലിംഗ്, നല്ല രീതിയിൽ മുഷിഞ്ഞ് കഷ്ടപ്പെട്ട് പിന്നീട് ഗ്രാജുവലി സമയം പാലിച്ച് ഉയർച്ച സംഭവിക്കേണ്ടുന്ന കാറ്റഗറിയിലുള്ള പാറ്റേണിലുള്ള ഒരു ഗ്രഹനില ആണിത്. എന്തുകൊണ്ടാണത്? വളരെ ലളിതമാണ് അതിൻ്റെ ഉത്തരം. ലഗ്നത്തിൽ നിൽക്കുന്ന ശനി. ലഗ്നത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ അത് ആർക്ക് തന്നെയാണെങ്കിലും അല്പസ്വല്പം പരീക്ഷണ ഘട്ടങ്ങൾ അതിജീവിച്ച ശേഷമായിരിക്കും ഇത്തരക്കാർക്ക് ഉയർച്ച എന്ന് പറയുന്ന പോസിറ്റീവായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ ഏറിയ പങ്കും ഉണ്ടാകുന്നത്. അതിൽ തന്നെ ലഗ്നത്തിൽ സൂര്യൻ, ശനി, ബുധൻ. അതിൽ തന്നെ സൂര്യൻ ഈഗോയിസ്റ്റിക്കാണ്. ശനി കടുപ്പ സ്വഭാവം ഉള്ള ഗ്രഹമാണ്. അപ്പോൾ ഇത്തരം വ്യക്തികൾക്ക് ധാരാളമായിട്ട്, പ്രത്യേകിച്ച് ലഗ്നാധിപൻ സൂര്യനായിട്ട് വന്നാലോ ലഗ്നത്തിൽ സൂര്യൻ നിന്നാലോ ഒക്കെ ഈഗോയിസ്റ്റിക്കായിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു മൈൻഡ് സെറ്റ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് തന്നെ കേൾക്കണം, അങ്ങനെയുള്ള ഒരു സഹജമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാകും. അതിൽ ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്. അത് ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നത് പോലെ ഇരിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന ഈഗോ കാണിക്കുന്നത് എങ്കിൽ അതവിടെ നല്ലതായിട്ട് ഭവിക്കുകയും അതല്ലാത്ത പക്ഷം അത് ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യാം. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, അല്പം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് താൻ എന്ന് ഈ വിളിച്ച ഇദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ലഗ്നത്തിലൊക്കെ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് അല്പം ഈഗോ ഇഷ്യൂസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട് ഉണ്ടാവുകയും വീട് പിന്നീട് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു എന്ന് പറയുകയുണ്ടായി. 4-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഗുളികനോടൊത്ത് നിൽക്കുന്നു. സാക്ഷാൽ വ്യാഴം. ലഗ്നാധിപനും വ്യാഴം തന്നെയാണ്. അപ്പോൾ ഈ ലഗ്നത്തിൽ ശനിയുടെ സാന്നിധ്യവും ലഗ്നാധിപൻ ഗുളികനോടൊത്ത് നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത്തരക്കാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ അല്പം ടഫായിട്ടുള്ള, അല്പം ഹാർഡായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ, ഇവിടെ 4-ാം ഭാവാധിപത്യം വഹിക്കുന്ന വ്യാഴം കൂടെ ഗുളികനോടൊത്ത് നിൽക്കുന്നു എന്ന കാരണം കൊണ്ട് തന്നെ വീട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. വീട് പിന്നീട് കൈമോശം വന്ന് പോവുകയുണ്ടായി. അപ്പോൾ ഒരു വീട് വയ്ക്കുക എന്ന് പറയുന്നതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് തന്നെയാണ്. അത് നടക്കും, നടക്കാതിരിക്കുകയൊന്നുമില്ല. 4-ൽ കുജൻ, ചന്ദ്രൻ ശശിമംഗള യോഗം ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. മോശം ദൃഷ്ടികളൊന്നും അവിടേക്കില്ല. അപ്പോൾ കൃത്യമായിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് മുന്നൊരുക്കം നടത്തി ഒന്ന് പോയി കഴിഞ്ഞാൽ വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ ഒരല്പം ഡിലേ ഉണ്ടാവും. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പഠനം മുടങ്ങുകയുണ്ടായി. പിന്നീടത് റീസെൻ്റായിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. 2-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാണിവിടെ ശനി. അപ്പോൾ പ്രസ്തുത ശനി ലഗ്നത്തിൽ അറിവിൻ്റെ കാരകനായിട്ടുള്ള ബുധനോടൊത്ത് ശത്രു സൂര്യനോടൊത്ത് നിന്ന് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പഠനം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടായി കാണാറുണ്ട്. ഇത് 100-ൽ 100 പേർക്കും ഇങ്ങനെ തന്നെ സംഭവിക്കും എന്നൊന്നുമല്ല. പക്ഷേ അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പിന്നീട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അനുകൂലമായി വരുന്നതിനും അതുകൊണ്ട് ഉയരുന്നതിനുമൊക്കെയുള്ള സാധ്യതയും വളരെ കൂടുതൽ ആണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് ഈ 2-ാം ഭാവാധിപൻ ശനിയാണ്. സൂര്യനോടൊത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞത് ഒരു ശക്തമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അതേപോലെ തന്നെ വ്യാഴത്തിൻ്റെ 9ാമത് ദൃഷ്ടി 2-ലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അതവിടെ എത്തുമ്പോൾ നീചദൃഷ്ടിയുമാണ്. ഗുളികനോടൊത്ത് നിൽക്കുന്നു എന്നതൊഴിച്ചാൽ വ്യാഴത്തിൻ്റെ പവർ ഗുളികൻ്റെ സാന്നിധ്യം കാരണം കുറയുമെന്നതിൽ സംശയമില്ല. എന്നാലും അത് അല്പം വൈകിയാണെങ്കിലും അതിൻ്റെ ജോലി ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇദ്ദേഹം പഠനം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ വീണ്ടും ഉയർന്ന രീതിയിലേക്ക് പഠിക്കാൻ സാധ്യത വളരെ കൂടുതലുമാണ്. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റഡുമാണ്. ലഗ്നത്തിൽ സൂര്യൻ ബുധനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പഠന മികവ് ഇത്തരക്കാർക്ക് ഉണ്ടാകും. അപ്പോൾ പഠന മികവുള്ള ഒരാളുടെ പഠനം മുറിഞ്ഞു പോകുമ്പോൾ അതിന് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്.
അപ്പോൾ അദ്ദേഹം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഗുണമുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 7, അവിടേക്ക് ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടി, വിവാഹസ്ഥാനം, അവിടേക്ക് കുജൻ്റെ 4ാമത്തെ ദൃഷ്ടി, അവിടേക്ക് ശനി, സൂര്യൻ, ബുധൻ ഇതെല്ലാം ദൃഷ്ടി ചെയ്യുന്നു. ഇത്തരക്കാർ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരല്പം ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്ത് പോകേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല, പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. നീണ്ടകാല പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിച്ച ഒരു വ്യക്തി കൂടിയാണ്. നിലവിൽ ഇദ്ദേഹത്തിൻ്റെ പാർട്ണർ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഈ ഗ്രഹനിലയുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇത്തരം ഗ്രഹനിലകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു റീസൺ എന്ന് പറയുന്നത്, അടുത്ത് നിന്ന് കഴിഞ്ഞാൽ തർക്കങ്ങൾക്കും ഈഗോ അതേപോലെ തന്നെ വഴക്കുകൾക്കും വളരെ സാധ്യത കൂടുതലാണ്. അത് വിദേശത്ത് കഴിയുന്നത് കൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ പോകുന്നു. അത് തന്നെയാണ് ഇതിൻ്റെ പരിഹാരവും. ലഗ്നാൽ 7ലേക്ക് ഗുളികൻ്റെയും കുജൻ്റെയും സൂര്യൻ്റെയും ശനിയുടെയും സാന്നിധ്യം, ഒപ്പം ബുധൻ്റെയും സാന്നിധ്യം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത്തരക്കാരുടെ വിവാഹ ജീവിതത്തിൽ ഇപ്പോൾ ഒരേ സ്ഥലത്ത് ഒരേ രീതിയിൽ താമസിച്ചു പോകുന്ന ആളുകളൊക്കെയാണ് വിവാഹം കഴിക്കുന്നത്. ഭാര്യ ഭർത്താവ് എന്ന ക്രമത്തിൽ തർക്കങ്ങൾ വഴക്കുകൾ ഒഴിഞ്ഞ സമയം ചിലപ്പോൾ വളരെ കുറവായിരിക്കും. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ തർക്കങ്ങളാണ് വഴക്കുകളാണ് പിന്നീട് വലിയ അന്തഃഛിദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭിന്നതകളിലേക്കൊക്കെ നയിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ബുദ്ധിപരമായി 2 ദിക്കുകളിൽ നിന്ന് വല്ലപ്പോഴുമൊക്കെ കണ്ടുപോകുന്ന രീതിക്ക് പോയി കഴിഞ്ഞാൽ ആ സ്നേഹം അതുപോലെ നിലനിൽക്കുകയും വലിയ തർക്കങ്ങളില്ലാതെ അതങ്ങ് പോവുകയും ചെയ്യും. ഇവിടെയൊന്നും 7ലേക്കോ അല്ലെങ്കിൽ 7ാം ഭാവാധിപനിലേക്കോ ഒന്നും തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും വരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടുന്ന ശാശ്വതമായിട്ടുള്ള പരിഹാരങ്ങൾ പ്രാക്ടിക്കലി, അതേപോലെ തന്നെ അതിനുശേഷം ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ എടുത്ത് പോയി കഴിഞ്ഞാൽ വളരെ വളരെ നല്ലത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 10ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം കൂടിയാണ് ഇവിടെ ബുധൻ. 7ൻ്റെയും 10ൻ്റെയും ആധിപത്യം വഹിക്കുന്നത് പ്രസ്തുത ബുധൻ തന്നെയാണ്. ലഗ്നത്തിൽ സൂര്യനോടൊത്താണ് നിൽക്കുന്നത്, ശനിയോടൊത്താണ് നിൽക്കുന്നത്. ശനിയോടൊത്ത് നിൽക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ സമയത്ത് കിട്ടിക്കോണമെന്നില്ല. എന്നാൽ അത് കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടി ഊർജിതമായിട്ടുള്ള ശ്രമം നടത്തിയാൽ അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ തന്നെ ചിട്ടംപടി നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കിട്ടാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഗ്രഹനിലയാണ്. കാരണം ലഗ്നാൽ 10ലേക്ക് ഗുളികനോടൊത്താണെങ്കിൽ കൂടെ ലഗ്നാധിപൻ കൂടിയായിട്ടുള്ള വ്യാഴത്തിൻ്റെ 5ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ തന്നെയാണ്. പക്ഷേ അത് ഗുളികനോടൊത്ത് നിൽക്കുന്നതുകൊണ്ട് വർക്ക് ചെയ്യുന്ന ക്രമത്തിനൊരല്പം താമസം, വൈകുക, ഡിലേ ഉണ്ടാകും. അപ്പം അത്തരം ശ്രമങ്ങൾ ഒന്ന് നടത്തുകയും പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഉയർച്ച, ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉയർച്ച, വീട് സംബന്ധമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പോലുള്ള കാര്യങ്ങൾക്കെല്ലാം പറ്റിയ ഗ്രഹനില തന്നെയാണിത്. 3ലാണ് രാഹു നിൽക്കുന്നത്. 3, 6, 8, 11 ഭാവങ്ങളിൽ ധാരാളം പേർക്ക് രാഹു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് കാണാറുണ്ട്. എന്നാലും രാഹു ആയതിനാൽ തന്നെ ഒരു ശ്രദ്ധ അത്യാവശ്യവുമാണ്. പ്രത്യേകിച്ച് രാഹുവിൻ്റെയൊക്കെ അപഹാരങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകുന്നത് ഏറ്റവും സേഫാണ്. കാരണം സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 3ാമത് ദൃഷ്ടി രാഹുവിലേക്കുണ്ട്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റുണ്ട്. ഇദ്ദേഹത്തിന് ശുക്രദശയായിരുന്നു 2000 തൊട്ട് 2020 വരെയുള്ള 20 കൊല്ലക്കാലം. വളരെ മോശമായിരുന്നു ശുക്രൻ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ മുൻപ് ഒരുപാട് വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഗുളിക ഭവനാധിപനായിട്ടുള്ള ഏത് ഗ്രഹമാണോ അതിൻ്റെ ദശയാണോ വരുന്നത് പ്രത്യേകം കരുതണം. ഇദ്ദേഹത്തിൻ്റെ ഗുളികൻ നിൽക്കുന്നത് ഇടവത്തിലാണ്. ഇടവത്തിൻ്റെ അധിപൻ ശുക്രൻ 12ൽ നിൽക്കുന്നു. അതേപോലെ തന്നെ പ്രസ്തുത ശുക്രൻ എന്ന് പറയുന്നത് ഗുളിക ഭവനാധിപനായ ശുക്രനാണ്. എന്ന് വെച്ചാൽ ശുക്രൻ്റെ വീട്ടിൽ ഗുളികൻ വസിക്കുന്നു. അത്തരം ആളുകൾക്ക് പൊതുവേ ശുക്രദശയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അത് എഫക്റ്റ് ചെയ്ത് കാണാറുണ്ട്. പ്രത്യേകിച്ച് പരിഹാരമെല്ലാം ചെയ്യേണ്ടുന്ന വ്യാഴവും ഗുളികൻ പിടിച്ച അവസ്ഥയിലാണ്. അപ്പോൾ പരിഹാരം നീളും എന്ന് സാരം. അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊന്ന് ഒരു മോചനം കിട്ടുന്നതിന് ഒരല്പം സമയമെടുക്കും. അപ്പോൾ ഇത്തരക്കാരുടെ ശുക്രദശ, ധാരാളം ആളുകൾക്ക് തെറ്റിദ്ധാരണയുള്ളൊരു ഗ്രഹമാണ് ശുക്രൻ. ശുക്രദശ വന്നു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര വലിയ സംഭവമാണെന്ന് ധരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയല്ല. ശുക്രൻ ഏത് രൂപത്തിൽ നിൽക്കുന്നു, ഏത് ഭാവത്തിൽ നിൽക്കുന്നു, ആരുടെയൊക്കെ ദൃഷ്ടിയിൽ നിൽക്കുന്നു, ശുക്രൻ്റെ ക്ഷേത്രത്തിലൊക്കെ ഗുളികൻ പോലെയുള്ള നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളുണ്ടോ എന്നൊന്ന് പരിശോധിച്ച ശേഷം മാത്രമേ
ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ കഴിയും. ഇത് ഞാൻ അങ്ങോട്ട് പറയുന്നതിന് മുൻപ് തന്നെ ശുക്രദശ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ മോശമായിരുന്നു എന്ന് ഇങ്ങോട്ട് എടുത്ത് കയറി പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഗുളിക ഭവനാധിപനായിട്ടുള്ള ശുക്രനെ പ്രത്യേകം കരുതണം. മുൻപ് ധാരാളം വീഡിയോകളിൽ ധാരാളം ആളുകളുടെ ഗ്രഹനില വെച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. അതുപോലെ തന്നെയാണ് ഈ 12-ലൊക്കെ ശുക്രൻ നിൽക്കുകയും അത് ഗുളിക ഭവനാധിപനായിട്ടുള്ള ശുക്രനാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലവുകളെ ശ്രദ്ധിക്കുകയും വേണം. അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന എമൗണ്ടുകളായിരിക്കില്ല. ചിലപ്പോൾ 10 രൂപ പോകേണ്ടടുത്ത് 100 രൂപ പോകുന്ന അവസ്ഥകൾ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള പരിഹാരങ്ങൾ കൃത്യമായി അപ്ലൈ ചെയ്ത് തന്നെ വേണം പോകാനായിട്ട്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തർക്കങ്ങൾ ഒഴിവാക്കി പോകുന്നതിന് വേണ്ടുന്ന ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകേണ്ടത് തന്നെയാണ്. കാര്യം അല്പം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. അപ്പോൾ അത് മനസ്സിലായതുകൊണ്ടും മനസ്സിലാക്കിയതുകൊണ്ടും എന്ത്, എപ്പോൾ, എങ്ങനെ, എവിടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് പോകുന്നത് ഏറ്റവും നന്നായിരിക്കും. രേവതിയാണ് നക്ഷത്രം. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ബുധദശയിൽ ജനിച്ചു 93 വരെ ബുധൻ, അതിനുശേഷം 7 കൊല്ലക്കാലം കേതുദശ, അതിനുശേഷം നേരത്തെ പറഞ്ഞ 20 കൊല്ലക്കാലം ശുക്രദശ, അതിനുശേഷം സൂര്യൻ 2026 വരെ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ 2036 മാർച്ച് 30 വരെ, അതിനുശേഷം കുജദശ 2043 വരെ, അതിനുശേഷം രാഹു 2061 വരെ, ശേഷം ഗുരു ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ചന്ദ്രനിൽ ചന്ദ്രനാണ്. സ്വാപഹാരം ഒരു ഗ്രഹത്തിൻ്റെയും അത്ര വിശ്വസനീയമല്ല. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരല്പം വൈകുക, ഡിലേ, തർക്കം പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ് ഉണ്ടാകും. പ്രത്യേകിച്ചും ചന്ദ്രനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വാപഹാര കാലം ഒന്ന് കരുതുന്നത് നന്നായിരിക്കും. അതിനുശേഷം വരുന്ന ചന്ദ്രനിൽ കുജൻ്റെ ഒക്കെ അപഹാരം വരുന്ന സമയത്ത് ശശിമംഗള യോഗം കൊടുത്തു നിൽക്കുന്ന കുജനാണ്. ആ ഒരു സമയത്തേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് അല്പം കൂടെ വേഗത വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നത് വളരെ നന്നാവും. അതുപോലെ തന്നെ ഈ 12-ലൊക്കെ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രായോഗികമായിട്ടുള്ള ധനസമ്പാദന രീതി കൃത്യമായിട്ട് പാലിക്കുക. അതുപോലൊത്തു തന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ കൃത്യമായിട്ട് എടുത്തു പോയി കഴിഞ്ഞാൽ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഉയർച്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുമൊക്കെ പറ്റിയൊരു ഗ്രഹനില തന്നെയാണിത് എന്ന് തിരിച്ചറിയുക. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.